ഈശോയോട് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷയായ ഈ അൾത്താരയിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധന മധ്യയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വലിയ ദുരന്തമുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് നമ്മളും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി ദൈവപിതാവിൻ്റെ വലിയ കരുതലിന് വേണ്ടി നോക്കി പാർക്കുന്നത്. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ആരാധനയിലൂടെ നീളം നീ തന്നെ അച്ഛനിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരിയൻ ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്തതാപൂർവം ദൈവസ്നേഹത്തോടെ പാലിക്കുവാനുള്ള അധിക അഭിഷേകം ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരിയൻ ഉടമ്പടിയിൽ വന്നുപോയിട്ടുള്ള എല്ലാ പാകപ്പിഴകളും പരിഹരിക്കുവാൻ അധിക ബലം ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. 2015 മുതൽ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്തു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി ശക്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, നിന്റെ ശക്തി ഈ സമയം ഈ ആലയത്തിൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിച്ച അപ്പോസ്തല സമൂഹത്തിലേക്ക് സിഹിയോൻ മാളികയിൽ ആത്മാവിനെ അയച്ചതുപോലെ ഞങ്ങളുടെ ഇടയിലേക്കും ഈശോയേ ആത്മാവിന്റെ ശക്തി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിന് പ്രധാനമായും 2 ഘടകങ്ങളാണ് ഉള്ളത്. ഈ 2 ഘടകങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ കിട്ടിയാൽ ഉടമ്പടി ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യും. അതിലൊരു ഘടകം എന്ന് പറയുന്നത് അറിവിൽ അധിഷ്ഠിതമായ ആധ്യാത്മികതയാണ്. രണ്ടാമത് അനുഭവത്തിൽ അധിഷ്ഠിതമായ ആധ്യാത്മികത. ഈ 2 കാര്യങ്ങളും അതിൻ്റെ പ്രൊപ്പോർഷണലായിട്ടുണ്ടായാൽ മാത്രമേ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈമിന് ആധ്യാത്മിക ആചരിച്ച് നമ്മൾ അവസാനിപ്പിക്കാം. ഇത് തുടരണമെങ്കിൽ 2 കാര്യവും 50-50 എങ്കിലും വേണം. ഒന്ന്, അറിവിൽ അധിഷ്ഠിതമായ ആധ്യാത്മികത. ആധ്യാത്മികതയെക്കുറിച്ച് മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ പ്രവർത്തിക്കുന്ന സുവിശേഷത്തിൻ്റെ മെക്കാനിസത്തെക്കുറിച്ച് നമുക്ക് നല്ല അറിവുണ്ടാകണം. രണ്ടാമത്, ആ അറിവ് ആപ്ലിക്കേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം. കിട്ടിയിരിക്കുന്ന അറിവ്, എല്ലാ അറിവുകളും എന്തിനാണ്? പ്രയോഗിക്കാൻ വേണ്ടിയുള്ളതാണ്. പ്രയോഗിച്ച് ഫലവത്തല്ലാത്ത അറിവുകൾ പുസ്തകത്തിലെ പശു പോലെയാണ്, പുല്ല് തിന്നത്തില്ല. ഉടമ്പടിയെക്കുറിച്ചുള്ള എല്ലാ അറിവുകളും അത് പ്രയോഗിച്ചിട്ട് അതിൻ്റെ അനുഭവ തലങ്ങളിലേക്ക് പോയി സാക്ഷ്യത്തിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിക്രമമാണ്. അപ്പം അതുകൊണ്ടാണ് ഈ ഉടമ്പടി ധ്യാനം നിങ്ങളുടെ ഇടയ്ക്ക് മുറ തെറ്റാതെ ഇപ്പോൾ 510 ധ്യാനങ്ങളുണ്ട്. നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. അതിൽ കണ്ടൻറ്റ് വൈസ് 50% എപ്പോഴും ഫ്രഷായിരിക്കും. നമുക്കൊരു 510 ധ്യാനങ്ങൾ, ഉടമ്പടി ധ്യാനങ്ങൾ യൂട്യൂബിലുണ്ട്.
അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതിൻ്റെ 50%ഓളം 50% അറിവുകൾ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യുന്നില്ല, നേരത്തെ പറഞ്ഞതും ആയിരിക്കത്തില്ല, അത് പുതിയതായിരിക്കും. ദാറ്റ് മീൻസ് 510ഓളം ഫ്രഷ് നോളജ്, പുതിയ ജ്ഞാനങ്ങൾ ഈ ധ്യാനത്തിലുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ധ്യാനം കേൾക്കുമ്പോൾ സാധാരണ ധ്യാനം കേട്ടിട്ട് നമ്മുടെ ഭക്തി വർദ്ധിപ്പിക്കുകയോ വിശ്വാസം വർദ്ധിപ്പിക്കുകയോ ചെയ്യുന്നതിനേക്കാൾ ഉപരി ഇത് പ്രയോഗിച്ച് സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയുള്ള ടെക്നിക്കൽ നോളജാണ് പലപ്പോഴും ഉടമ്പടി ധ്യാനത്തിൽ ഞങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു അവസാനം വരുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സ് എപ്പോഴും ആഗ്രഹിക്കേണ്ടത് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയുള്ള ഒരു സ്നേഹമുണ്ട്, സഹനം സ്വീകരിക്കാനുള്ള ഒരു സ്നേഹമുണ്ട്. ഉടമ്പടി ധ്യാനം എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത് ഈ ലെവല് എങ്ങനെ ഒരാളിനെ, ഇപ്പോൾ 0 ലെവലുള്ള ആൾക്കാരുണ്ട്, ദൈവമായിട്ട് 0 ലെവൽ ഫ്രഷ് അനുസരിച്ച് ചിലത് അങ്ങനെയാണ്. അവർ ദൈവത്തെക്കുറിച്ച് ഐഡിയ പോലും ഇല്ലാത്ത 0 ലെവലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടത് അറിവിനേക്കാളുപരി അനുഭവങ്ങളാണ് വേണ്ടത്. അതുകൊണ്ടാണ് നോൺ ക്രിസ്ത്യൻസിന് പെട്ടെന്ന് അനുഭവങ്ങൾ കിട്ടുന്നതിൻ്റെ കാരണം അതാണ്. അവർ അറിവിൻ്റെ കാര്യത്തിൽ അവർക്ക് 0 ലെവലാണ്. 0 അറിവിൻ്റെ കാര്യത്തിൽ അറിവ് അത്ര കണ്ട് വലിയ വിശ്വാസത്തെക്കുറിച്ചുള്ള, അവർക്ക് ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിലും വിശ്വാസത്തെക്കുറിച്ചുള്ള അറിവ് കുറവായിരിക്കും. പിന്നെ അവരെ ലിഫ്റ്റ് ചെയ്യാനുള്ള മാർഗം, ദൈവത്തിന് അവരെ രക്ഷയിലേക്ക് നയിക്കാനുള്ള മാർഗം എന്താ? അവർക്ക് നല്ല അനുഭവങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് അനുഭവങ്ങൾ കിട്ടും. ഇപ്പോൾ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ഒരു അനുഭവങ്ങൾ കിട്ടുന്നതിനേക്കാൾ ഉപരി നിങ്ങളുടെ പാഠം വ്യത്യാസമുണ്ട്. നിങ്ങൾ അനുഭവങ്ങൾക്ക് വേണ്ടിയല്ല കെട്ടിത്തൂങ്ങി മരിക്കേണ്ടത്. എന്തു ചെയ്യണം? അറിവ് തരാൻ പറയണം. രണ്ടുപേർക്കും ഒരേ സ്ഥലത്താണെങ്കിലും ഒരു സിംഗിൾ റൂഫിലാണെങ്കിലും 2 ആവശ്യങ്ങളാണ്. ഫ്രഷ് ഹാൻഡ്സ് ആയിട്ടുള്ള ആൾക്കാർ ചോദിക്കേണ്ടത് അനുഭവങ്ങളാണ് ചോദിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അനുഭവം കിട്ടും. മറ്റുള്ളവർ ഉടനെ കയറി അനുഭവങ്ങൾ ചോദിക്കരുത്. ക്രിസ്ത്യൻസ് ഉടനെ കയറി അനുഭവങ്ങൾ ചോദിക്കരുത്. അപ്പോൾ ദൈവത്തിന് നിങ്ങളെ വിശ്വാസമില്ലാതെ വരും. അതാണ് വിഷയം. അതിൻ്റെ വരുന്ന പ്രശ്നം, ക്രിസ്ത്യൻസ് ഉടനെ കയറി അനുഭവങ്ങൾ ചോദിച്ചാൽ എന്താണ് അതിൻ്റെ നിങ്ങളെക്കുറിച്ചുള്ള ഇമ്പ്രഷൻ? എന്താണ്? ദൈവത്തിന് നിങ്ങളെ വിശ്വാസമില്ലാതെ വരും. പണ്ട് പീലിപ്പോസിനോട് ചോദിച്ചില്ലേ, പീലിപ്പോസേ, ഇത്ര കാലം ഞാൻ നിങ്ങളുടെ കൂടെ ആയിരുന്നിട്ടും നിനക്കെന്നെ മനസ്സ്. അങ്ങനെ ചോദിക്കുന്ന ആളാണ് ഈശോ. അത് ഇവിടുത്തെ കാത്തലിക്സിനോടും ക്രിസ്ത്യൻസിനോടും ഈശോ ചോദിക്കുന്നുണ്ട്. നിങ്ങളൊരു അനുഭവത്തിന് വേണ്ടി കെട്ടിച്ചാടുമ്പോൾ കർത്താവ് ഈ പാസേജ് ചോദിക്കും നിങ്ങൾക്ക്. ഒന്ന് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 സ്നേഹരാജാവേ, ഇന്നും സ്നേഹത്തിൻ പൂനിലാവേ, ഇന്നുള്ളിൽ സൂപ്പർ പാട്ടാണ്, നന്നായിട്ട് പാടുക എല്ലാവരും. സ്നേഹരാജാവേ, എന്നെ ഈ അൾത്താരയിൽ കയറ്റി നിർത്തിയ എൻ്റെ അമ്മ മാതാവിനും എൻ്റെ തിരുക്കുമാരനും കോടാനുകൂടി നന്ദി ഞാൻ അർപ്പിക്കുന്നു. എൻ്റെ പേര് സതീദേവി. ഞാൻ ചങ്ങനാശ്ശേരിയിൽ 4 കോടി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വരുന്നു. ഞാൻ 18/7/2024 ഉടമ്പടി എടുത്തതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ ജപ്തിയാണ്. 8 ലക്ഷം രൂപയ്ക്കാണ് ഞാൻ എൻ്റെ വീട് പണയപ്പെടുത്തിയിരുന്നത്.
മകളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അത് 16 ലക്ഷം രൂപയായി. വീടിൻ്റെ അളവിന് വരാനുള്ള സമയമായി. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ അനിയത്തി എന്നോട് പറഞ്ഞു, മോളെ നീ ഒന്ന് കൃപാസനത്തിൽ പോയി ഒരു ഉടമ്പടി എടുക്കുക. ഞാൻ പറഞ്ഞു, അമ്മേ എനിക്ക് വിശ്വാസമാണ്, എൻ്റെ ഈശോയെ എനിക്ക് എന്നും വിശ്വാസമാണ്, ഞാൻ പള്ളിയിലൊക്കെ പോവുകയും ചെയ്യും. ഞാൻ പറഞ്ഞു, പോകാൻ സമയമായിട്ടില്ലായിരിക്കും ചിറ്റേ, അതുകൊണ്ടായിരിക്കും. മക്കളെ എങ്ങനെയും ഒന്ന് പോകണമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയെ ഞാൻ ഒന്ന് വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഈ കൃപാസനത്തിൽ പോകുന്നത് എങ്ങനെയാണ്, എൻ്റെ കൂടെ ഒന്ന് വരാവോ? ഉടനെ പറഞ്ഞിടി, ഞാൻ 18-ാം തീയതി പോകുന്നുണ്ട്, നീ എൻ്റെ കൂടെ വന്നാൽ ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് എൻ്റെ വീടിൻ്റെ അവിടുന്ന് എൻ്റെ ഓട്ടോ വിളിച്ച് അവളെയും കൂടെ ചെന്ന് കണ്ട് അവളും ഞാനുമായിട്ട് വന്നു. അവിടെ ആദ്യത്തെ പുതുക്കലായിരുന്നു. ഞാൻ കയറി ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു, മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ തിരിച്ചു പോയപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, നീ ഇന്ന് തന്നെ ബാങ്കിൽ പോകണം, പോയി ഒപ്പിടണം, സാറിനെ കയറി കാണണമെന്ന് പറഞ്ഞു. ഞാൻ അന്ന് തന്നെ പോയി, പോകുന്ന വഴിക്ക് തന്നെ ഞാൻ കയറി സാറിനെ കയറി കണ്ടു. എനിക്ക് പേടിയായിരുന്നു ആദ്യം. ഞാൻ കാര്യം കാണാത്തിടത്ത് അമ്മമാതാവിനെ മനസ്സിൽ വിചാരിച്ച് വിശ്വാസ പ്രമാണമൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. എന്നാലും ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ച് ഈശോയും പ്രാർത്ഥിച്ച് ഞാൻ ഉപ്പിട്ട് ഞാൻ അവിടെ ചെന്നപ്പം സാറ് എന്നോട് ചോദിച്ചു, വല്ല പൈസയും കൊണ്ടുവന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല, സാറ് റിട്ടയർ ആകുക, ഞാൻ സാറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ, അത്രയേ ഉള്ളൂ. സാർ എനിക്ക് തന്ന ഉപകാരം എനിക്ക് മറക്കാൻ പറ്റില്ല, അതിനുവേണ്ടി മാത്രം ഞാൻ വന്നതാണെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, പൈസയില്ലാതെ എങ്ങനെയാണ്, അപ്പം നടപടി സ്വീകരിക്കാൻ പോവുകയെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് കുറച്ചുകൂടെ ഒന്ന് അവധിതാ, ഞാൻ കുറേശ്ശെ എങ്ങനെ അടച്ചോളാമെന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ എന്നോട് പറഞ്ഞു, ഞാൻ പോകുക, ഞാൻ അടുത്ത സെക്രട്ടറിയോടൊന്ന് പറയട്ടെന്ന് പറഞ്ഞു. പുള്ളി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി അടുത്ത സെക്രട്ടറിയെ ചെന്ന് കണ്ടു, കാര്യം പറഞ്ഞിട്ട് തിരിച്ചു വന്നിരുന്നപ്പം ഞാൻ ചോദിച്ചു, സാറേ ഞാൻ ചെന്ന് കാര്യം പറയണോ? സതി ഒന്നും പറയണ്ട, ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയും കുറേശ്ശെ അടച്ചു തീർക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി സാറേ എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് വീട്ടിൽ പോന്നു കഴിഞ്ഞ് വീട്ടിൽ പോയി 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എല്ലാവരോടും അന്വേഷിക്കുന്നുണ്ട്. പിന്നെയും ഭയമുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ നല്ലപോലെ അതിശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, അളക്കാൻ വരുമോ എന്ന്. അത് കഴിഞ്ഞ് ഒരു 1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സാറ്, ഞാൻ ജോലി ചെയ്യുന്നിടത്തൊരു സാറ് വിളിച്ചിട്ട് പറഞ്ഞു, സതി ചിലപ്പോഴാണെങ്കിൽ ഇത് ഒഴിവായി കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതൊക്കെ വരുമ്പോഴത്തേക്ക് നടപടി നടക്കും എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഞാനതിനെപ്പറ്റി അങ്ങ് വിട്ടു. അത് കഴിഞ്ഞ് ഒരു 4 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു നിയമം വന്നു, 5 സെൻറ്റുകാരെ ജപ്തിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന്. പിന്നെ ഇന്ന് വരെ എന്നെ ബാങ്കിൻ്റെ വാതിക്കൽ നിന്നാണ് ഞാൻ വണ്ടി കയറുന്നത്. അവിടെയുള്ള സ്റ്റാഫ് എല്ലാം കാണും എന്നെ, പക്ഷേ എന്നോട് ഒരൊറ്റ അക്ഷരം പോലും പറയുവാട്ടോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അമ്മമാതാവിനോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഭൂമി ഞാൻ അമ്മമാതാവിന് തന്നിരിക്കുക, എനിക്കവിടെ കിടന്നാൽ മാത്രം മതി, വേറൊന്നും വേണ്ട, എൻ്റെ കുഞ്ഞിന് കിടക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അമ്മമാതാവ് എനിക്കത് സാധിച്ചു തന്നു. പൈസ ഇനി അടയ്ക്കണമെന്നുണ്ടെങ്കിൽ അമ്മമാതാവ് തന്നെ എനിക്ക് തരണം, അല്ലാതെ എന്നെക്കൊണ്ട് ഒരു മാർഗവും ഇല്ല. അത് കഴിഞ്ഞു. അങ്ങനെ ഒരു സാക്ഷ്യം എനിക്ക് അമ്മമാതാവും തിരുക്കുമാരനും സാധിച്ചു തന്നു. പിന്നെ എൻ്റെ മകൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഗൾഫിന് പോയി. അവിടെ ചെന്ന് 5 മാസം കഴിഞ്ഞപ്പോൾ ലൈസൻസ് ഇല്ലാത്ത വണ്ടി അവനോട് ഓടിച്ചു എന്നും പറഞ്ഞ് അവനെ അവിടുന്ന് അവർ പിടിച്ചു വെച്ചു. അത് കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, 1 ലക്ഷം രൂപ അടയ്ക്കുവാണെങ്കിൽ ഉടനെ കയറ്റി വിടാമെന്ന്. എൻ്റെ കയ്യിൽ 1 ലക്ഷം പോയിട്ട് 1 രൂപ എടുക്കാനില്ല. എന്നിട്ടും കുഞ്ഞിൻ്റെ അവസ്ഥ കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു, 50,000 എവിടുന്നേലും ഒപ്പിച്ച് കൊടുക്കാം അല്ലേ എന്ന് ഞാൻ വീട്ടിൽ ഭാര്യയോട് പറഞ്ഞു. അന്നേരം പറഞ്ഞു, അമ്മ എവിടുന്ന് കൊടുക്കാനാ? അത് കഴിഞ്ഞ് ഞാൻ ഇവനെ വിളിച്ചു, എന്നാ മോനെ, അമ്മ ഒന്നും കൊടുക്കുമൊന്നും വേണ്ട, എങ്ങനെയും അവരെന്നെ വിടുവായിരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ദിവസങ്ങൾ കടന്നു പോവുക. അവസാനം ഒരു ഫോൺ കോൾ വന്നു ഭാര്യയ്ക്ക്, 16-ാം തീയതി അറബി പോകുവാണ്, അതിനു മുന്നേ പൈസ അടച്ചില്ല എങ്കിൽ പിന്നെ ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന്. അന്നേരം ഞാനിവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛനെ എൻ്റെ കൈ വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഇവിടുന്ന് ഇറങ്ങി. എന്നോട് പറഞ്ഞു, സാക്ഷ്യം വന്ന് മോനുമായിട്ട് വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി. ഞാൻ എൻ്റെ മോനെ വിളിച്ചു പറഞ്ഞു, മോനെ നീ ഒന്നും വിഷമിക്കണ്ട, അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മാതാവിനോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, മാതാവ് എല്ലാം നടത്തി തരും മോനെ എന്ന് പറഞ്ഞു. അവൻ ആഹാരം പോലും കഴിക്കാനില്ല, മറ്റുള്ളവർ കഴിക്കുമ്പോൾ നോക്കിയിരിക്കുക. ഞാൻ പൈസ അവൻ അയച്ചു കൊടുത്ത് ആഹാരം കഴിക്കാൻ വേണ്ടി. അങ്ങനെ ഇരിക്കുക. 16-ാം തീയതി അറബി പോവുകയാണ്. ഇവന് അവൻ്റെ ഇത് കൊടുക്കാതെ, പാസ്പോർട്ട് കൊടുക്കാതെ അവന് പോരാൻ പറ്റത്തില്ല.
14 തീയതി വിളിച്ചു പറയുകയാണ്, ടിക്കറ്റ് പെട്ടെന്ന് അങ്ങോട്ട് അയച്ചു തരുവാണെന്നുണ്ടെങ്കിൽ വിട്ടേക്കാമെന്ന്. 7,000 പോലും പൈസ ഇല്ല. പക്ഷേ എങ്ങനെയോ അവളതെല്ലാം ഒപ്പിച്ച് റെഡിയാക്കി കൊടുത്തു. ഞാൻ പറഞ്ഞു 16 തീയതിക്ക് മുന്നേ എൻ്റെ കുഞ്ഞിനെ വിടണം. അമ്മയോട് ഞാൻ രാത്രി കിടന്ന് പ്രാർത്ഥിച്ചു, അമ്മയെ 16 മുന്നേ എൻ്റെ കുഞ്ഞ് വീട്ടിൽ വന്ന് കയറണമെന്ന്. 15 തീയതി രാത്രി 11:50 കുഞ്ഞ് വീട്ടിൽ വന്നു. അതെൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ്. എനിക്കത് മറക്കാൻ പറ്റുകയില്ല. എനിക്ക് എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി തന്ന അമ്മ മാതാവ്. പിന്നെ ഈ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. എൻ്റെ മോളുമായിട്ട് പോയപ്പോൾ നേരെ പുറകോട്ടങ്ങ് വന്ന് വീണു. തല ഇടിക്കുന്ന ഒച്ച ആഞ്ഞടിച്ച് നടുവും തലയും. എനിക്കറിയത്തില്ല. അവിടെ കൂടിയവരൊക്കെ പറഞ്ഞു, ചേച്ചി പെട്ടെന്ന് കൊണ്ടുപോയി എക്സ്റേ എടുക്കുക. ഞാൻ പറഞ്ഞില്ല, ഞാൻ നടന്നോളാം. എൻ്റെ കയ്യിൽ എപ്പോഴും അമ്മ മാതാവിൻ്റെ ഉപ്പും തൈലവും എപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞതെല്ലാം മാറിക്കോളും. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. മരുമോൻ വിളിച്ച് പറഞ്ഞു, പെട്ടെന്ന് കൊണ്ട് എക്സ്റേ എടുക്കുക. ഞാൻ പറഞ്ഞു, വേണ്ട, ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്നു പ്രാർത്ഥിച്ചു. അമ്മയുടെ തൈലവും ഉപ്പും ഞാൻ പുരട്ടി. എനിക്കറിയത്തില്ല, ഇന്ന് വരെ എനിക്കൊരു വേദനയോ ഇതൊന്നും വന്നിട്ടില്ല. അങ്ങനെ ഒരു സാക്ഷ്യം എനിക്ക് പറയാൻ എനിക്കിടയായി. അത് കഴിഞ്ഞ് ഞാൻ പ്രസി ജോലി ചെയ്യുമായിരുന്നു. എൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ ഇവിടുന്ന് എറണാകുളത്തിന് പോയി. അവിടെ ഒരു ഹോസ്പിറ്റലിൽ എൻ്റെ ഉടമയുടെ വീട്ടിൽ ഞാൻ ഹോം നേഴ്സായിട്ട് ജോലി ചെയ്തു. എൻ്റെ മോളെ കെട്ടിച്ച് കഴിഞ്ഞപ്പം 10-25 ലക്ഷം രൂപ കടമുണ്ടായിരുന്നു. അവിടെ ചെന്നു. ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ 6 വർഷം മുമ്പെയാണ് പോയത്. ഇവിടുന്ന് ലീവ് എടുത്ത് ഞാൻ 5 വർഷത്തേക്ക് ലീവ് എടുക്കാൻ ചെന്നപ്പോൾ ആദ്യം 2 വർഷമേ തരത്തുള്ളൂ എന്ന് പറഞ്ഞു. 2 വർഷത്തേക്ക് പോയ പോക്കാണ്. അവിടെ ചെന്നു. 25 ലക്ഷം രൂപ എങ്ങനെ വീടിയെന്ന് എനിക്കറിഞ്ഞുകൂടാ. അവർ ചോദിക്കുമ്പോൾ എനിക്ക് പൈസ എടുത്തു തരും. അങ്ങനെ എൻ്റെ കടബാധ്യതകളെല്ലാം ഒരുമാതിരി എൻ്റെ എല്ലാം ഒതുങ്ങി. ഇനിയിപ്പം നിസ്സാരമായിട്ട് എനിക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരിടം വന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് വന്ന് തിരിച്ച് പ്രസി കയറണം. അന്നേരം അവിടുത്തെ ഇതെല്ലാം കഴിഞ്ഞു. 6 വർഷമായി. അന്നേരം 6 വർഷമായി ആ പ്രസിൽ എടുക്കുകയില്ല. അന്നേരം 5-ാമത്തെ വർഷം കഴിഞ്ഞു. 6-ാമത്തെ വർഷം തുടങ്ങി. ഞാനിവിടെ വന്ന് പ്രസി കയറാനായിട്ട് സെക്രട്ടറിയോട് എന്ന് പറഞ്ഞപ്പം പറഞ്ഞു, മാനേജരോട് പറയാൻ പറഞ്ഞു. മാനേജരോട് പറഞ്ഞ ഉടനെ മാനേജർ എന്നോട് പറയുകയാണ്, അതിനെന്നാ ചേച്ചി പോരാൻ പറഞ്ഞു. ഓണമായി. ഓണത്തിനൊരു കമ്മിറ്റിയുണ്ട്. ഇദ്ദേഹം എന്നോട് കമ്മിറ്റിയുടെ കാര്യം മിണ്ടിയില്ല. പെട്ടെന്ന് അമ്മ മാതാവ് എന്നോട് പറയുകയാണ്, കമ്മിറ്റിക്ക് അപേക്ഷ വെക്കണമെന്ന്. ഇങ്ങനെ എന്നോട് പറയുന്നില്ല കമ്മിറ്റിക്ക് അപേക്ഷ വെക്കണമെന്ന്. ഈ കമ്മിറ്റിക്ക് കൂടെ അപേക്ഷ വെച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ജോലി ചെയ്യാൻ സാധിക്കുകയില്ല. ഞാൻ പെട്ടെന്ന് എന്ന് ചോദിച്ചു, സാറേ കമ്മിറ്റിക്ക് അപേക്ഷ വെക്കാതെ ഞാൻ എങ്ങനെ ഇവിടെ ജോലിക്ക് കയറുന്നത്? ശരിയാ ചേച്ചി, ഒരു കമ്മിറ്റിക്ക് ഒരു അപേക്ഷ വെച്ചേക്കാൻ. അങ്ങനെ ഞാൻ കമ്മിറ്റിക്ക് അപേക്ഷ വെച്ചു. അപേക്ഷയെല്ലാം വെച്ച് അപേക്ഷ പാസ്സായി. ഞാൻ സെപ്റ്റംബർ 1-ാം തീയതി ജോലിക്ക് കയറുവാണ്. അങ്ങോട്ട് കയറിയപ്പോഴേ ഒരാൾ എന്നോട് ചോദിച്ചു, ചേച്ചി ജോലിയെല്ലാം മറന്നു പോയില്ലേ, ഇതൊക്കെ ഇനി അന്നേരം എല്ലാവർക്കും എന്നോട് വിരോധക്കാരായി അവിടെ. എന്നുവെച്ചാൽ 6 വർഷമായി എന്ന് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. അന്നേരം എങ്ങനെ ചേച്ചി ജോലി ചെയ്യും, അറിയാൻ മേലാതെ എങ്ങനെ ജോലി ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതൊന്നും സാരമില്ല, എല്ലാം എൻ്റെ കൂടെ ആളുണ്ട്, അതൊക്കെ എനിക്ക് പറഞ്ഞു തന്നോളും, ഞാൻ അങ്ങനെ ചെയ്തോളാമെന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ല, ഞാൻ അവിടെ ചെന്ന് നിന്നിട്ട് എനിക്ക് 25 വർഷം ഞാൻ ജോലി ചെയ്തിട്ട് പോയതാ. ഇപ്പോൾ അതിലും നല്ല ചുറുചുറുക്കോടെ നല്ല ഇതായിട്ടാണ് എനിക്കെല്ലാം ഓർമ്മ. എനിക്കിങ്ങനെ ഓരോന്ന് പറഞ്ഞു തന്നാൽ എന്നെ ചെയ്യിപ്പിക്കുന്നതെല്ലാം അവർക്ക് തന്നെ അതിശയം. പണ്ടൊക്കെ ഞാൻ 10 ബുക്ക് തയ്ക്കുന്നിടത്ത് ഇപ്പം ഞാൻ 40 ബുക്ക് തയ്ക്കും. ബൈൻഡിങ് സെക്ഷനാണ്. കമ്പോസിങ് ആയിരുന്നു. കമ്പോസിങ് പോയി കഴിഞ്ഞ് ബൈൻഡിങ് സെക്ഷനാണ്. ഞാൻ 10 ബുക്ക് തയ്ക്കേണ്ടടുത്ത് ഇപ്പോൾ എത്രയോ ബുക്ക് ഞാൻ തയ്ച്ച് തീരുകയാണ്. എല്ലാം അമ്മ മാതാവ് എൻ്റെ കൂടെ നിന്നാണ് എന്നെ എല്ലാം ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ എനിക്കൊരു വലിയ അനുഗ്രഹം തന്ന് എനിക്ക് അമ്മ മാതാവ് സഹായിച്ചു. ഇപ്പോൾ എനിക്ക് സമാധാനത്തോടെ എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ ഞാനിപ്പോൾ ഇവിടെ ജീവിക്കുകയാണ്. പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്തൊരു അനാഥാലയമുണ്ട്. അവിടെ പോകും ഞാൻ. അവർക്ക് ഫുഡിന് വേണ്ട പൈസകളെല്ലാം കൊടുക്കും. പിന്നെ ആശുപത്രിയിൽ പോയി ഞാൻ പൊതിച്ചോറ് കെട്ടിക്കൊണ്ട് കൊടുക്കും. എല്ലാവരോടും എനിക്ക് നടന്ന സംഭവങ്ങളെല്ലാം, എനിക്ക് നടന്ന അനുഭവങ്ങളെല്ലാം ഞാൻ അവരോട് പറഞ്ഞ് മനസ്സിലാക്കും. ഞാൻ എല്ലാവരോടും പറയും, പോയി ഒന്നും വിഷമിക്കേണ്ട, പോയി ഉടമ്പടി എടുത്താൽ മതി, അമ്മ മാതാവ് എല്ലാം നടത്തിത്തരും. എത്ര കാര്യങ്ങൾ, ഏതെല്ലാം കാര്യങ്ങളാണേലും അമ്മ മാതാവിൻ്റെ കീഴിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അങ്ങനെ എല്ലാവിടെയും ഞാൻ പത്രങ്ങൾ സ്റ്റാൻഡുകളിലെല്ലാം, എറണാകുളം സ്റ്റാൻഡുകളിൽ കൊണ്ട് കൊടുക്കും, ചങ്ങനാശ്ശേരി സ്റ്റാൻഡിലെല്ലാം ഞാൻ കൊണ്ട് കൊടുക്കും. എനിക്കറിയുന്നവർക്കും അറിയാത്തവർക്കും എല്ലാം ഞാൻ കൊണ്ട് കൊടുത്ത് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യും. എന്നും ഞാൻ രാവിലെയും വൈകിട്ടും
ബൈബിള് വായിക്കും, ജപമാല ജപിക്കും. അച്ഛൻ്റെ ധ്യാനം ഞാൻ ഈയിടെ കൂടാനായിട്ട് ചൊവ്വാഴ്ച ദിവസമാണെന്നും പറഞ്ഞ് ഞാൻ ചൊവ്വാഴ്ച ദിവസം ഇവിടെ വന്ന് 12 മണി വരെ ഇരുന്നു. അച്ഛൻ അങ്ങ് കയറിപ്പോയി. ഞാൻ ചോദിച്ചു, ഇന്ന് ധ്യാനമില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഞായറാഴ്ചയാണെന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയപ്പം എനിക്ക് ബസ്സില്ല, മോൻ്റെ ബൈക്കിലാണ് വന്നത്. ഭയങ്കര മഴ. അവിടെ നിന്നു കുറച്ച് നേരം വണ്ടി കിട്ടുന്നില്ല. അങ്ങനെ നോക്കിയപ്പോൾ ഈ വാതക്കെ വന്നിറങ്ങാവുന്ന ഒരു വണ്ടി 7 മണി 6:30 കിട്ടി. 7:15 ഞാനിവിടെ വന്നു. അച്ഛൻ്റെ ധ്യാനവും ഞാൻ ഇന്ന് കൂടി. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് ധ്യാനം ഒന്ന് കൂടണമെന്ന്. ഇന്നത്തെ ആരാധന ഞാൻ കൂടി. എനിക്കും അത് സന്തോഷമായി. എനിക്ക് എൻ്റെ കൃപാസന മാതാവിനും എൻ്റെ തിരുക്കുമാരനും കോടാനുകൂടി ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഇനിയും മുന്നോട്ടുള്ള ജീവിതവും എൻ്റെ അമ്മ മാതാവിൻ്റെ കൂടെ തന്നെയായിരിക്കണം. എൻ്റെ കുടുംബത്തെ ഒന്നും നിത്യതയിൽ കഴിയുവാനും ഇടതരയണമേ എന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ. എനിക്കെന്നും ഇനി അമ്മ മാതാവിൻ്റെ കൂടെ തന്നെ കഴിഞ്ഞാൽ മതി. എൻ്റെ സാക്ഷ്യം ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ പേര് റെൻസി. ഞാൻ ചമ്പക്കുളത്ത് നിന്ന് വരുന്നു. സെൻറ്റ് മേരീസ് ബസലിക്ക ഇടവാംഗമാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് ബെന്നി, മോള് ബെനീറ്റ, മോൻ ബെനിറ്റ്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് എന്താ എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയോടെ വന്നതാണ്. അന്നിരുന്നവർ പലരും ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. അന്ന് എനിക്കൊന്നും തോന്നില്ല. പിന്നെ തിരിച്ച് വീട്ടിൽ പോയി എനിക്കും ഉടമ്പടി എടുക്കണം, പ്രാർത്ഥിക്കണം എന്നൊരു തോന്നലുണ്ടായി. അന്ന് ഉടമ്പടി എടുക്കാൻ ആദ്യമുണ്ടായ കാരണം മോൾക്ക് ശ്വാസം മുട്ടൽ വരുമായിരുന്നു. 1.5 വയസ്സിൽ അവൾക്ക് ന്യൂമോണിയ വരികയും അതേ തുടർന്ന് സ്ഥിരമായിട്ട് ചുമയും ശ്വാസം മുട്ടലും ഉണ്ടായി. പല ഹോസ്പിറ്റലിലും കാണിച്ചെങ്കിലും അവിടെ നിന്ന് നെബുലൈസർ എടുക്കും, തിരിച്ചു വിടും. ലാസ്റ്റ് ഒരു പീഡിയാട്രിഷനെ കാണിച്ചപ്പോൾ പറഞ്ഞു ഒരു ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്യാം, 1 മാസത്തേക്ക് അത് കൊടുക്കണം, ഇല്ലയെന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ അത് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അവർക്ക് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ തന്നെ ഡോക്ടർ പറഞ്ഞു. 1 മാസം ഞാനത് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇനി ഞാൻ ഒരിക്കൽ പോലും എൻ്റെ കുഞ്ഞിനെ ഇത് ഉപയോഗിക്കേണ്ടി വരരുതേ എന്ന് പറഞ്ഞ് ഞാൻ ചെക്കപ്പിന് വേണ്ടി 1 മാസം കഴിഞ്ഞ് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ കുഴപ്പമില്ല, ഇനി ഇങ്ങനെ ഉണ്ടാകുവാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അന്ന് തിരിച്ച് ചെന്ന് അതൊരു കവറിലാക്കി വെച്ചിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ ഇനി ഞാനിത് ഉപയോഗിക്കേണ്ടതായിട്ട് വരരുതേ എന്ന് ഞാൻ പറഞ്ഞു. പിന്നീട് പലപ്പോഴും ചുമ ഉണ്ടായിട്ടെങ്കിൽ അവളമ്മ പറഞ്ഞേ ഇത് നമുക്ക് ഇൻഹേലർ ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞില്ല, ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട് ഞാനത് ഉപയോഗിക്കില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞു. ഇന്ന് വരെ പിന്നീട് എനിക്കത് ഉപയോഗിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമതായിട്ട് മോനും ഇതുപോലെ ചുമയും ജലദോഷം കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നു. ഇതിൻ്റെ ഫലമായി അവന് ഇവിടെ ഒരു ലിപ്നോയിഡ് പോലൊരു സംഭവം വീർത്ത് വരും, അതൊരു ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയും വരുവാണെങ്കിൽ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. 6 മാസം കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ ഉണ്ടായപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അന്ന് എൻ്റെ ഉടമ്പടിയിലുണ്ടായിരുന്ന ഉപ്പും തൈലവും എല്ലാമായിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത്. അന്ന് അവന് ക്യാനുല ഇട്ടു. ബ്ലഡ് എടുക്കാൻ വേണ്ടി എടുത്തപ്പോൾ ഞാൻ അതിൽ മാതാവിൻ്റെ ഉപ്പ് വിതറിയിട്ട് പറഞ്ഞു, മാതാവേ ഈ റിപ്പോർട്ട് എനിക്ക് നോർമലാക്കി തരണം. അന്ന് എൻ്റെ കയ്യിൽ അടുത്തുള്ള ഒരു നെബുലൈസർ എടുക്കാനുള്ള പൈസ പോലും എൻ്റെ കയ്യിലില്ലായിരുന്നു. മാതാവ് എനിക്കത് നോർമലാക്കി തന്നു. മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യം എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ്. കൂലിപ്പണിയായിരുന്നു ഹസ്ബൻഡിന്. ഒരു ജോലിക്ക് വേണ്ടി ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഇന്നിപ്പോൾ ഹൗസ് ബോട്ടയിൽ ഷെഫായിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങൾക്കൊരു വീടില്ലായിരുന്നു. വീടുണ്ടായിരുന്നു, അതിൽ വാസയോഗ്യമല്ലായിരുന്നു. പലപ്പോഴും വെള്ളം വരുമ്പോൾ അത് നേരെ എല്ലാ മുറികളിലും വരുമായിരുന്നു. കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ പലപ്പോഴും പലരെ ആശ്രയിക്കേണ്ടതായിട്ട് വന്നു. പഞ്ചായത്തിൽ അപേക്ഷ വെച്ചെങ്കിലും 2-3 വർഷം കഴിഞ്ഞാണ് ലൈഫ് മിഷനിൽ പേര് വരുന്നത്. എങ്കിലും അത് തുടങ്ങാനായിട്ടുള്ളൊരു ഇത് നമുക്കില്ലായിരുന്നു. അന്ന് ഹസ്ബൻഡിന് കൂലിപ്പണിയായിരുന്നു. ഇവരെ ഒന്ന് പൊളിക്കുവാനോ അത് മുന്നോട്ടുള്ളത് ചെയ്യുവാനോ ആയിട്ടുള്ള ഒരിതും നമുക്കന്നുണ്ടായിരുന്നില്ല. അന്ന് ഞാൻ മാതാവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ഇവിടെ ഞാൻ എല്ലാ മാസവും വരും. ഉപ്പും തേനും എല്ലാം കൊണ്ടുപോയി മാതാവ് 4 വശത്തും ഞാൻ കൊണ്ട് ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഇവിടെ നിന്ന് മണ്ണെടുത്തുകൊണ്ട് പോയി 4 വശത്തോട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. കുരിശ് വരയ്ക്കുമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പള്ളിയിലുണ്ടായിരുന്ന വികാരി അച്ഛൻ, ഓണംകുളം അച്ഛനൊന്നും ഞങ്ങളോടൊപ്പം ഇല്ല. അച്ഛൻ്റെ സഹായത്താൽ ഞങ്ങൾക്കൊരു നല്ലൊരു വീട് ലഭിച്ചു. വീടിൻ്റെ പണി ഏകദേശം കഴിഞ്ഞ ശേഷമാണ് അച്ഛന് പെട്ടെന്നൊരു ബ്ലീഡിങ് ഉണ്ടാകുകയും സ്വർഗത്തേക്ക് എടുക്കപ്പെടുകയും ചെയ്തു. എങ്കിലും ഞങ്ങൾക്കത് മാതാവിൻ്റെ അനുഗ്രഹത്താൽ അച്ഛൻ്റെ അനുഗ്രഹത്താലും പലരുടെ സഹായത്താലും
ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് വരെ നിന്നിരുന്ന സാഹചര്യത്തിൽ പലരുടെ സഹായത്താൽ അത് അത്രയാക്കി തന്ന അച്ഛൻ്റെ ഒരു അനുഗ്രഹത്താലാണ്. ഏകദേശം അത്രയാക്കിയ ശേഷമാണ് നമ്മളോട് വിട പറഞ്ഞ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത്. ആ ഒരു അച്ഛൻ്റെ സഹായം ഇല്ലായിരുന്നെങ്കിൽ അത് മാതാവായിട്ടാണ് അച്ഛനെ ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ അച്ഛൻ്റെ അടുത്ത് അപേക്ഷ കൊടുത്തെങ്കിലും ഞാൻ പ്രാർത്ഥിക്കായിരുന്നു, മാതാവേ നീ അച്ഛൻ്റെ അടുത്തുനിന്ന് ചെല്ലണേ, സഞ്ചാരി മാതാവേ. അങ്ങനെ ഒരു ദിവസം അച്ഛൻ വിളിക്കുകയും ഞങ്ങളെ കഴിയുന്ന സഹായം ചെയ്യുക എന്ന് പറയും. പഞ്ചായത്തിൻ്റെ വരെ പല ഘട്ടങ്ങളിലായിട്ടേ നമുക്ക് പൈസ കിട്ടത്തുള്ളൂ. മാർച്ച് 1-ാം തീയതി ഞങ്ങളുടെ പെരവാസ്തോലി കഴിഞ്ഞു. വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും വലുതായിട്ട് ആ പരിക്കകത്ത് ഞങ്ങൾക്ക് താമസിക്കാൻ സാധിക്കുന്നു. അമ്മയുണ്ട്, 2 പിള്ളേർ, ഞാൻ ബെന്നിച്ചനും. ഇന്ന് ഞങ്ങൾക്ക് മറ്റാരുടെയും ആശ്രയം കൂടാതെ മറ്റേതൊരു മഴ പെയ്താൽ ഞങ്ങൾക്ക് പലരുടെയും സഹായം തേടേണ്ട ആവശ്യം ഇതുണ്ടായിരുന്നു. ഒന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് മാറി താമസിക്കുവാനോ എടുക്കാനോ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയങ്ങളിൽ. ഇന്ന് ഒരു മാതാവായിട്ട് അയച്ചു തന്ന വൈദികനാണ്. ആ വൈദികനാണെങ്കിലും പല സിസ്റ്റർമാരുടെയും നമ്മുടെ കുര്യാളശ്ശേരി പിതാവിൻ്റെ സഭാംഗമായ സിസ്റ്റേഴ്സുണ്ട്. അവരുടെ അടുത്ത് എന്ന് പറയുകയും അവരത് ഏറ്റെടുക്കുകയും അവർ 4 ലക്ഷം പറഞ്ഞുവെങ്കിലും അതിലുപരിയായി അവർ സഹായിക്കുകയും ചെയ്തു. ഏകദേശം പണി തീരാറായ ശേഷമാണ് അച്ഛൻ നമ്മളോട് വിട പറഞ്ഞു പോയത്. ബാക്കി നമ്മളെക്കൊണ്ട് കഴിയും എന്ന രീതിയിൽ സ്റ്റേജിൽ എത്തിച്ചിട്ടാണ് അവിടെ നിന്ന് പോയത്. അതെൻ്റെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. വളരെയധികം ഞാനത് സന്തോഷിക്കുന്നു. ഒരു വീടെന്ന സ്വപ്നം വളരെ സഫലമായി. ഇത്രയധികം വളരെ ചെറുതുമായ നന്മകൾ തന്നതിന് ഞാൻ മാതാവിന് നന്ദി പറയുന്നു. ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് ഉടമ്പടി പത്രം വാങ്ങുകയും വണ്ടാന ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കുകയും ചെയ്തു. അവിടെ അകത്ത് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ഇതിവിടെ അകത്ത് കൊടുക്കാൻ പാടില്ല, നീ മതപരിവർത്തനം നടത്തുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനാരെയും ഫോഴ്സ് ചെയ്യുന്നില്ല. അവിടെ നിന്ന് ഓഫീസർ പറഞ്ഞു, സാധ്യമല്ല, ഇനി ഇവിടെ അകത്ത് കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ അവിടെ ഗേറ്റുകൾക്ക് വാതിക്കൽ നിന്ന് അവരോട് മാതാവിനെക്കുറിച്ച് പറഞ്ഞ് ഇത് വേണോ എന്ന് ചോദിച്ച് കിട്ടിയതാണെങ്കിൽ ഞാൻ കൊടുക്കില്ല. കാര്യം മാതാവിനെക്കുറിച്ച് സംസാരിച്ച ശേഷം കൃപാസന പള്ളിയിലാണെന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ആ പത്രം കൊടുക്കാറുള്ളൂ. അതുപോലെ തന്നെ എപ്പോഴൊക്കെ ഞാൻ വരുന്നു അന്നേരപ്പോഴെല്ലാം കുഞ്ഞുങ്ങളെ സ്കൂളിലാക്കിയിട്ട് ഞാൻ തന്നെ വരുന്ന സമയങ്ങളിൽ ഞാൻ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വരും. 10 പേർക്ക് അല്ലെ 5 പേർക്ക് അല്ലെ 7 പേർക്ക് എന്നെക്കൊണ്ട് എത്രയാണോ സാധ്യമാകുന്നത് അത്രയും ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ കൊണ്ടുവന്ന് ഇവിടെ കൃപാസനത്തിൽ വന്ന് കഴിക്കുന്നവർക്കൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ കൺമുന്നിൽ കാണുന്ന ബുദ്ധിമുട്ടുന്ന കുഞ്ഞുങ്ങളുമായിട്ട് നടക്കുന്നവരെ കാണുമ്പോൾ എൻ്റെ കയ്യിൽ വണ്ടിക്കൂലിക്കുള്ളത് വെച്ചിട്ട് ബാക്കി ഞാൻ അവർക്ക് ഫുഡ് മേടിച്ച് കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അവർക്ക് ഞാൻ ആഹാരം വാങ്ങിച്ച് ബിസ്ക്കറ്റായിട്ടോ അല്ലെങ്കിൽ ചോക്ലേറ്റ് എന്തെങ്കിലും എന്നെക്കൊണ്ട് 10 രൂപയെങ്കിൽ 10 രൂപ അതിനുള്ളത് ഞാൻ വാങ്ങിച്ച് അവർക്ക് അവരുടെ അപ്പൻ്റെയിലും അമ്മയുടെയിലും കൊടുത്ത ശേഷമേ ഞാൻ പോകാറുള്ളൂ. ശരിക്കും എൻ്റെ ഒരു വണ്ടിക്കൂലി മാത്രമേ ഞാൻ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ഉണ്ടാകാറുള്ളൂ. പക്ഷേ എങ്കിലും മാതാവ് വളരെയധികം ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന് ഇന്നും എന്നെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു. വളരെയധികം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ആത്മീയ ജീവിതത്തിലുണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ ബൈബിൾ അങ്ങനെ വായിക്കാനായിട്ട് വലിയ താല്പര്യമില്ലായിരുന്നു. ഇപ്പോൾ ബൈബിൾ വായിക്കാറുണ്ട്. മോളാണേലും എന്നും ബൈബിൾ വായിക്കും. അവളെന്നും പള്ളിയിൽ പോകുന്നുണ്ട്. പിന്നെ ഉപവാസം ഞാൻ എല്ലാ ചൊവ്വാഴ്ചകളിലും ഉപവാസിക്കും. ഇന്ന് ഞാനത് മാറ്റി ആഴ്ചയിൽ ഒരു ദിവസം എൻ്റെ കുടുംബത്തിനും ഒരു ദിവസം ആർക്കെങ്കിലും വേണ്ടി മീൻസ് എൻ്റെ ആ ആഴ്ചയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്ന ഏതെങ്കിലും ഒരു കുടുംബം ഉണ്ടെങ്കിൽ ആ കുടുംബത്തിന് വേണ്ടി ഞാൻ ഉപവസിക്കും. അങ്ങനെ എന്നാൽ കഴിയുന്ന എല്ലാ നന്മകളും ചെയ്ത് മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ മുന്നോട്ട് പോകുന്നു. ഇത്രയധികം നന്മകൾ ചെയ്ത മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു.